मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അങ്ങനെ തന്നെയാണോടാ പണ്ണി? അങ്ങനെ തന്നെ. സബാഷ്. സണ്ണി, എന്നെ കണ്ടാ നിനക്ക് ഗോൾ പോസ്റ്റ് പോലെ ഉണ്ടോ? സോറിടാ, നിന്നെ കാണാൻ അതുപോലെ തന്നെ ഉണ്ട്. എപ്പോഴും ഹിറ്റ് ചെയ്യാൻ തോന്നുകയാ എനിക്ക്. നിങ്ങൾ എല്ലാവരും വല്ലാത്ത ബോറിംഗ് ആയിരിക്കും. എപ്പോ നോക്കിയാലും ഫുട്ബോൾ കളി മാത്രമേ ഉള്ളൂ. എങ്കിൽ ക്രിക്കറ്റ് കളിച്ചാലോ? വേണ്ട, നമുക്ക് മാളിൽ പോവാം. ഇവിടെ ഗെയിം സോണിൽ ബോളിംഗ് കളിക്കാം നമുക്ക്. ഇതെന്തായാലും കൊള്ളാം. സംശയമുണ്ടോ? നീ കളിക്കുന്നത് കാണുമ്പോ കഴുത കളിക്കും പോലെ ഉണ്ട്. ബോളിംഗിന്റെ സ്പെല്ലിംഗ് എങ്കിലും നിനക്ക് അറിയാമോ? BALLING. വിട്ടേക്ക്. നീ വേണമെങ്കിൽ ആസിഡ് പോലും വെള്ളമാന്ന് വിചാരിച്ച് കുടിക്കുവാൻ തുണിയുന്നവനാണ്. അതെ അതെ, ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാ. എന്നാൽ നീ ഫോറിൻ ആണല്ലോ. എങ്കിൽ നീ വരുന്നോ? നമുക്ക് കോമ്പറ്റീഷൻ കളിക്കാം. അല്ല, എല്ലാ കാര്യത്തിനും എന്തിനാ ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തുന്നത്? നമ്മളിവിടെ പോകുന്നത് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയാണ്. ഇത്രയധികം ഫണ്ണി ക്യാരക്ടേഴ്സ് വരികയല്ലേ, തീർച്ചയായിട്ടും രസമുണ്ടാകും. സണ്ണി, ഇങ്ങനെ സംസാരിക്കരുത്. മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നവൻ അവസാനം സ്വയം കോമാളിയായി മാറും. സംശയമുണ്ടോ? അത് വൈകിട്ട് മാളിൽ ഗെയിം സോണിൽ വെച്ച് അറിയാൻ കഴിയും. ഈ സണ്ണി ഇതുവരെ എത്തിയില്ലല്ലോ. പേടിച്ചു പോയി കാണും. സംശയമുണ്ടോ? വരൂ, നമുക്ക് അതുവരെ ടൈം പാസ് ചെയ്യാം. ഞാൻ കളി തുടങ്ങാൻ പോവാ. നോക്ക്. കിട്ടി, ഇത് നോക്ക്. നമുക്കും ജോലി കളിക്കാം. അതുമാ കാറില്ല. ബൈ ഹണി. ഹണി, സൂക്ഷിച്ച. ഹണി, നിനക്കൊന്ന് നോക്കി കളിച്ചുകൂടെ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ, ഞാൻ ശരിക്കും കുടുങ്ങി. സംശയമുണ്ടോ? ഞാൻ നിന്നെ പുറത്തെടുക്കാം. എടാ, എനിക്ക് ശരിക്കും തല കറങ്ങുന്നു. സംശയമുണ്ടോ? എടാ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഓക്കേ. ഹണി, നിർത്താ. കഴുതയാണ് നീ. സംശയമുണ്ടോ? വാ,
നല്ല രസമായിരിക്കുന്നു. ഏയ്, നീ എന്തായി കാണിക്കുന്നത്? സോറി. എടാ, നീ എന്തിനാ കിറ്റിയെ ശല്യം ചെയ്യുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഓക്കെ ഫ്രണ്ട്. നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ ബണി. കലക്കി കിറ്റി, കലക്കി. ബൈ, പ്രശ്നമൊന്നുമില്ലല്ലോ. പോകാനുള്ള സമയമായി, വാ. വരുന്നടാ, കുറച്ചുകൂടെ നമുക്ക് തമാശ കളിക്കാം. കുട്ടികളുമായിട്ടുള്ള കളി കഴിഞ്ഞല്ലോ അല്ലേ? ഇനി എന്നാ മുതിർന്നവരായിട്ട് കളിക്കാം, വാ. തീർച്ചയായും നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാം. തുടങ്ങിയാലോ? ആദ്യം ടോസ് ഇട്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. നീ തന്നെ വേണമെങ്കിൽ തുടങ്ങിക്കോ, ഞാനല്ലേ ജയിക്കാൻ പോകുന്നത്. കമാൻ കമാൻ, നമുക്കിപ്പോ തന്നെ തുടങ്ങാം. ബോൾ എറിഞ്ഞ് കളി നമ്മൾ തന്നെ ജയിക്കണം. ഓ നോ, ഇതെന്റെ കയ്യിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ജയിച്ചു, ജയിച്ചു. ഡിസ്ക്വാളിഫൈഡ് ആയി. മുനിസിപ്പൽ ഗാർഡനിൽ കളിക്കുന്നവരൊക്കെ മോളിൽ വന്നാൽ ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കളിച്ച് കാണിക്കാം, സംശയമുണ്ടോ? എന്നെ കഴുതെന്ന് പറഞ്ഞല്ലേ, സത്യത്തിൽ നീയാടാ കഴുത. എങ്ങനെ കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ കരുതും പോലെയല്ല, എറിഞ്ഞോടും തന്നെ എല്ലാം താഴെ വീഴാനായിട്ട്. അതിപ്പൊ തന്നെ നിനക്ക് മനസ്സിലാവും. സോറി, അറിയാതെ വീണുപോയതാണ്. ഇവനൊക്കെ ഗെയിം സോണിൽ വന്നാൽ വേറെന്താ സംഭവിക്കുക? എന്റെ അമ്മച്ചി, എന്റെ നടു ഒടിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല. നിങ്ങൾ വീട്ടിൽ പോയി കുട്ടിയും കോലും കളിക്കാൻ നോക്ക്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് സണ്ണി, സംശയമുണ്ടോ? ഇത് കോൺസെൻട്രേഷന്റെ ഗെയിമാണ്. എന്നാൽ നിന്റെയൊക്കെ കോൺസെൻട്രേഷൻ എപ്പോഴും ആഹാരത്തിൽ മാത്രമേ ഉള്ളൂ. നിന്റെ കോൺസെൻട്രേഷൻ എന്താ അത്രയ്ക്ക് വലുതാ? എന്താ സംശയമുണ്ടോ? ഇതെന്നെ കോപ്പി അടിക്കാണ്. നീ കാറ്റല്ല, കോപ്പി കാറ്റാണ്. സംശയമുണ്ടോ? സണ്ണി,
നമ്മൾ തമ്മിലൊരു ഫൈനൽ കോമ്പറ്റീഷൻ വെക്കാം. കണ്ണ് കെട്ടിക്കൊണ്ട് നമുക്ക് കളിക്കാം. ആര് ജയിക്കുമെന്ന് നോക്കാലോ. ഞാൻ സമ്മതിച്ചു. നിന്നെ ഞാൻ ഉറക്കത്തിൽ പോലും തോൽപ്പിക്കും. ബണി, നീ കണ്ണ് തുറന്നു വെച്ചെന്നെ കളിച്ചോ. എന്നാലും നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഇനി ബണ്ണിയുടെ ടേണാണ്. ബണ്ണി സൂക്ഷിച്ച്, ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്തു പറ്റി? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ എന്ത് പറ്റി? അവസാനം ഞങ്ങളോട് തോറ്റുവല്ലോ അല്ലേ? തോൽവിയിൽ നിന്നും പാഠം പഠിക്കണം, അതാണ് കഴിവ്. സംശയമുണ്ടോ?